ഈ ഹോസ്പിറ്റൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലാണെന്ന് അറിയാമല്ലോ. ആ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് നേതൃത്വം കൊടുക്കുന്നത് ശങ്കർജിയാണ്. നമസ്കാരം സർ. അനാഥരും ഒറ്റപ്പെട്ടവരുമായ കുറെ ആളുകൾക്ക് അഭയകേന്ദ്രം ഒരുക്കിയിട്ടുണ്ട് ശങ്കർജി. മോളെ പ്രസവിച്ചതാരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതൊരു പുണ്യം നിറഞ്ഞ ജന്മോ, അതിലൊരു സംശയവും ഇല്ല. അവരുടെ പേര് ഏഞ്ചൽ മേരി എന്നാണ്. അവരെത്തിയിട്ട് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ജീവിതത്തിലെ നഷ്ടബോധങ്ങളാണ് പലരെയും അങ്ങോട്ടെത്തിക്കുന്നത്. ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും അവരെക്കുറിച്ച് അറിയില്ല. എവിടെയോ ചിതറിക്കിടക്കുന്ന ഓർമ്മകളിൽ ആരൊക്കെയോ ഉണ്ട്. ശങ്കർജി, നിങ്ങൾ ചെയ്യുന്ന സേവനം അത്ര നിസ്സാരമല്ല. ഒരുപക്ഷെ പലരുടെയും കോൺസെപ്റ്റിൽ നിങ്ങളൊരു ദൈവമായിട്ട് മാറുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാവും. നമ്മുടെ ജന്മം കൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇതിപ്പോ ഏഞ്ചൽ മേരിയുടെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടാക്കാൻ ആ കുഞ്ഞിന് സാധിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ ഏഞ്ചലിന് വല്ലാത്ത പ്രിയമാണ്. ഒരുപക്ഷെ ഏഞ്ചലിന്റെ നിലയിൽ ഒരു മാറ്റം വരുമെങ്കിൽ വരട്ടെ എന്ന് ഞാനും കരുതി. ശങ്കർജിയോട് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ പുറത്ത് നിൽക്കാം ഡോക്ടർ. അയ്യോ വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇവിടെ തന്നെ നിന്നോളൂ. എന്താ ഡോക്ടർ? കുറച്ചു മുൻപേ ഇവിടെ ഒരു വൃദ്ധയായ അമ്മ വന്നിരുന്നു. ഇപ്പോ അവരിവിടെയുണ്ട്. അവര് വഴിവക്കിൽ വീണ് കിടക്കുന്നത് കണ്ടിട്ട് ഒരു പെൺകുട്ടിയാ അവരിങ്ങോട്ട് കൊണ്ടുവന്നത്. ഓ, പതിവ് കഥകള് തന്നെയാ. മകൻ വിദേശത്തായിരുന്നു. അമ്മയുടെ പേരിലുള്ളതെല്ലാം എഴുതി മേടിച്ചിട്ട് ഗേറ്റ് പൂട്ടിക്കളഞ്ഞു. പട്ടിണി കിടന്നും സങ്കടപ്പെട്ടുമൊക്കെ വല്ലാത്തൊരാശങ്കയില അവര്. ഈ കൊണ്ടുവന്ന പെൺകുട്ടിയും ഒരു പാവപ്പെട്ട കുട്ടിയാ. നിലവിലുള്ള പ്രശ്നം ആ അമ്മയ്ക്ക് പോകാൻ ഒരിടമില്ല എന്നുള്ളതാ. അയ്യോ ശങ്കർജി, ഇപ്പൊ തന്നെ ഒരാളെ കൂടി ഏറ്റെടുക്കാന്ന് വെച്ചാ ഞാൻ നിർബന്ധിക്കില്ല. അവിടുത്തെ അവസ്ഥയൊക്കെ നോക്കിയിട്ട് മതി. നമുക്കാദ്യം ആ അമ്മയെ ഒന്ന് കാണാം.
സൗകര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. മോളെ ഓക്കെ ആണോ ഇപ്പോ? എന്നാ ആന്റിയുടെ കൂടെ വാ, നമുക്ക് ആ റൂമിൽ പോയിട്ട് ഹൈറ്റും വെയിറ്റും ഒക്കെ എടുക്കാം. ഉം? ആ, ഇവരാണ് ശങ്കർജി. ഓ. ഈ ഹോസ്പിറ്റൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലാണെന്ന് അറിയാമല്ലോ. ആ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് നേതൃത്വം കൊടുക്കുന്നത് ശങ്കർജിയാണ്. നമസ്കാരം സർ. ആ, അനാഥരും ഒറ്റപ്പെട്ടവരുമായ കുറെ ആളുകൾക്ക് അഭയകേന്ദ്രം ഒരുക്കിയിട്ടുണ്ട് ശങ്കർജി. പോലീസിൽ ഇൻഫോം ചെയ്താലേ അവര് വരും അമ്മയുടെ മൊഴിയെടുക്കാൻ. പ്രായമായ അച്ഛനമ്മമാരെ നോക്കാത്തവരുടെ പേരിൽ കേസെടുക്കാൻ ഇപ്പൊ നിയമമുണ്ട്. വേണ്ട ഡോക്ടറെ, അവന്റെ പേരിൽ കേസൊന്നും കൊടുക്കണ്ട. കേസ് കൊടുത്ത് പിടിച്ചു വാങ്ങാൻ പറ്റണതാണോ സ്നേഹം? എന്നെ അവർക്ക് വേണ്ടെങ്കി വേണ്ട. അവര് പോകുന്നിടത്ത് അവര് സുഖമായിട്ട് ജീവിച്ചാ മതി. നാളെ അവരുടെ മക്കള് അവരോട് അങ്ങനെ പെരുമാറാതിരുന്നാ മതി. ആ ഒരു പ്രാർത്ഥനയേ എനിക്കുള്ളൂ. ഈ പറയുന്ന പുണ്യത്തിന്റെ പേരാ അമ്മ. അതാണ് പല മക്കൾക്കും മനസ്സിലാവാതെ പോകുന്നത്. ആ, എന്ത് ചെയ്യാനാ? സർ, ഈ അമ്മയ്ക്ക് പോകാനൊരിടയില്ല. സാറ് വിചാരിച്ചാൽ എന്തെങ്കിലും. ഡോക്ടറോട് ചോദിച്ചിട്ടാ എന്നെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. മോള് പേടിക്കണ്ട. ഈ അമ്മയ്ക്ക് ഒരു അഭയകേന്ദ്രമല്ലേ, അമ്മയെ ഞാൻ കൂട്ടിക്കൊണ്ടു പൊക്കോളാം. ഓ സർ, നന്ദിയുണ്ട്. അമ്മ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു മോളെ. അമ്മയ്ക്ക് ഇനി കുറച്ച് കാഴ്ചകളും കൂടെ കാണാനുണ്ടല്ലേ? ഉണ്ടമ്മ. അല്ല മോളെ, നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? അത് ഞങ്ങൾ കുറച്ചു മുൻപ് കണ്ടതേ ഉള്ളൂ. അല്ല, ഞാൻ നിങ്ങളുടെ അടുപ്പം കണ്ടിട്ട് ചോദിച്ചതാ. അതൊന്നും പറയണ്ട സാറേ. എന്നെ വിളിച്ചെണീപ്പിച്ചത് ദേ ഈ കൊച്ച.